ശരിക്കും നമ്മൾ ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോബ്ലംസിലേക്ക് കടക്കാൻ പോകുന്നത്. നമ്മുടെ മോഡ്യൂൾ 3 ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് പ്രോബ്ലംസിലോട്ടാണ് നമ്മളിനി കടക്കാൻ പോകുന്നത്. അപ്പോൾ അത് റിലേറ്റഡ് കുറച്ച് തിയറി പോർഷൻസ് കൂടെ പറയാനുണ്ട്. അതായത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ അനലൈസിസിന് യൂസ് ചെയ്യുന്ന പ്രോബ്ലംസാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ നമുക്ക് എങ്ങനെ ഒരു സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, സോ സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഞാനിത് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഞാൻ ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായി അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, എന്തോ ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ ഒരു യൂണിറ്റ് ഫോഴ്സ് ഞാനൊരു സിസ്റ്റത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നു. സോ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഫ്ലെക്സിബിലിറ്റി എന്ന് വിളിച്ചത്. എന്ത് വിളിച്ചു? ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, അപ്പം ഞാനൊരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുമ്പോൾ, സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുമ്പോൾ അതിലെ ഓരോ എലമെൻറ്റും എന്തായിരിക്കും? അവിടുത്തെ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അത് ഓർത്തോളേ. നിങ്ങളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടാം. ഒരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിലെ ഓരോ എലമെൻറ്റും എന്താണ് എന്ന് ചോദിച്ചാൽ ദേ ആർ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. നമ്മൾ ഏത് ഡയറക്ഷനുള്ള ലോഡാണോ നമ്മൾ നോക്കുന്നത്, ആ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ തിയറി പോർഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്താ സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ എങ്ങനെ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ട് സോൾവ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നെയാണ്, ചില നൊട്ടേഷൻസ്. അത് നമുക്ക് ഒന്നും കൂടെ ഇവിടെ പരിചയപ്പെടാം. ദാറ്റ് ഈസ് ഫസ്റ്റ് പറയുന്നത് ലൈക്ക് ആറെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അതായത് ഞാനൊരു സ്ട്രക്ചർ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഒരു സ്ട്രക്ചർ, അതിലേക്ക് വരുന്ന ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, അതിനെയാണ് ഞാൻ ആറെന്ന് പറയുന്നത്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ നമുക്ക് നോൺ ആയിട്ടുള്ളൊരു ഫോഴ്സ് അല്ലേ, അൺനോൺ ഫോഴ്സ് അല്ല, ദേ ആർ നോൺ ഫോഴ്സസ്. അതിനെയാണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആറെന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി സ്മോൾ ആറെന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് എക്സ്റ്റേണൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് കാരണം, ആറെന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഏതെന്ന് പറഞ്ഞാൽ സ്മോൾ ആർ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞതാണ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ്. ഓക്കെ, ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം അവിടെ ഇൻറ്റേർണലി ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അതാണ് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് എന്ന് നമ്മൾ പഠിച്ചത്. ആൻഡ് നമ്മൾ ഇത് പഠിച്ചു, എന്താണ് ക്യൂ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തേക്ക് ലോ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞതാണ്, അതിൽ ഓരോ എലമെൻറ്റും എന്തായിരുന്നു? മൊമെൻറ്റ്സ് ആയിരുന്നു അല്ലേ, മൊമെൻ്റ് ആയിരുന്നു. അതായത് ഇൻറ്റേർണൽ മൊമെൻറ്റ്സിനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് കോറിലേറ്റ് ചെയ്യുന്നത്. സോ ഇൻറ്റേർണൽ ഫോഴ്സ്, അതിവിടെ അല്ല പറഞ്ഞ്, അതങ്ങ് വിട്ടേക്ക്. ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സസ് ആണ്. ആൻഡ് സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ് വിട്ടേക്ക്. ആറെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ ആർ കാരണം ഉണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന എക്സ്റ്റേണൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ മെമ്പർ ഫോഴ്സ് ആണ്, സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഈ ക്യൂ കാരണം അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് സ്മോൾ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിന് ചെറിയൊരു തിയറിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് എക്സ്റ്റേണൽ വർക്ക് ഡൺ നമുക്ക് എങ്ങനെയാണ്? നമ്മൾ സാധാരണ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിവിടെ എക്സ്റ്റേണൽ വർക്ക് ഡൺ നമ്മുടെ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ട്രാൻസ്പോസ് ഇൻറ്റു സ്മോൾ ആർ. ആറിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ കാരണം ഞാനൊരു മെട്രിക്സ് എഴുതും. ഇവിടെ ഇപ്പോൾ 2-3 ലോഡ്സ് ഉണ്ട്, അതായത് R1 R2 ഇങ്ങനെ R3 ഇങ്ങനെ 3 ഫോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? R1 R2 R3 ഇങ്ങനെ ഒരു കോളം മെട്രിക്സ് ആണ് എനിക്ക് വരുന്നത് അല്ലേ, ആറെന്ന് പറയുന്നത്. സോ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ മെട്രിക്സ് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞില്ല. ഒരു 3x3 അല്ലെങ്കിൽ ഒരു 4x4, മാക്സിമം ഒരു 4x4 മെട്രിക്സ് വരെ എങ്ങനെയാണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അത് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ മെട്രിക്സിനെ പറ്റിയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞില്ല. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ തന്നേക്കുന്നത് എന്താണ്? ഒരു കോളം മെട്രിക്സ് ആണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ അറിഞ്ഞിരിക്കണം.
ഓക്കെ, ട്രാൻസ്പോസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ബട്ട് എങ്ങനെയാണ് ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ R എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഉണ്ട്. R എന്ന് പറഞ്ഞതാണ് നമ്മുടെ എന്താണ് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ മെട്രിക്സ് ആണ്. സോ R1 R2 R3 3 ഫോഴ്സസ് ഉണ്ട്. അതിൻ്റെ മെട്രിക്സ് ഞാനിങ്ങനെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആറിൻ്റെ ട്രാൻസ്പോസ് എടുക്കാൻ പറഞ്ഞാൽ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ കോളത്തിനെ പിടിച്ച് റോ ആക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ കോളം എങ്ങനെയാണോ കിടക്കുന്നത്, അത് ഇപ്പോൾ ഫസ്റ്റ് കോളം ആണെങ്കിൽ അതിന് ഫസ്റ്റ് റോ ആയിട്ട് എഴുതണം. ഇവിടെ ഇപ്പോൾ R1 R2 R3 എന്ന് പറഞ്ഞാൽ ഒറ്റ കോളേ ഉള്ളൂ. ഞാൻ അതിനെന്ത് ചെയ്തു, റോ ഫോമിൽ എഴുതി. ഓക്കെ, ഇതാണ് ആറിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താണ് ഒരു A എന്നുള്ള മെട്രിക്സ്, അതെന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 ഇങ്ങനെയാണ് വന്നതെന്ന് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എയുടെ ട്രാൻസ്പോസ് ചെയ്യാൻ പറഞ്ഞ് എന്ത് ചെയ്യണം, അതിൻ്റെ എന്താണ് കോളത്തിനെ പിടിച്ച് എന്താക്കണം, റോ ആക്കണം. സോ ഇതിൻ്റെ കോളം എന്ന് പറയുന്നത് 1 5 ആണ്. അതിന് ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ, 1 5. ദെൻ അടുത്ത കോളം ഏതാ, 2 6 ദെൻ 3 7 4 8. ഓക്കെ, ഇവിടെ എന്തോ ഞാൻ ചെയ്തത്, അതിൻ്റെ കോളത്തിനെ പിടിച്ച് റോ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി തിരിച്ച് വേണമെങ്കിലും പറയാം, റോയെ പിടിച്ച് കോളം ആക്കുക. ഏതെങ്കിലും ഒന്ന് അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഒന്നുകിൽ ഈ റോയെ പിടിച്ച് കോളമായിട്ട് എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ കോളത്തിനെ പിടിച്ച് റോ ആയിട്ട് എഴുതുക. ഏതെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ട്രാൻസ്പോസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് R ട്രാൻസ്പോസ് ഇൻറ്റു R എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ആൻഡ് ഇതിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. ദാറ്റ് ഈസ് സ്മോൾ r ട്രാൻസ്പോസ് ഇൻറ്റു ക്യാപിറ്റൽ R. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഇത് നമ്മുടെ എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ്. കാരണം എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം അവിടെ ഉണ്ടായ വർക്ക് ഡൺ. ഇനി എന്ത് ചെയ്യണം, എനിക്ക് ഇൻറ്റേർണൽ ഫോഴ്സ് ഉണ്ടല്ലോ. സോ ഇൻറ്റേർണൽ ഒരു വർക്ക് ഡൺ ഉണ്ടാവുമല്ലോ. സോ അതിനെ നമുക്ക് ഈ ഒരു ഫോമിൽ എങ്ങനെ എഴുതാം, അതെന്ന് പറയുന്നത് ഇവിടെ ക്യാപിറ്റൽ R വന്നെങ്കിൽ അവിടെ ഇൻറ്റേർണൽ വരുന്ന ഫോഴ്സ് ഏതാണ്, ക്യാപിറ്റൽ Q ആണ്. സോ ക്യാപിറ്റൽ Qൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു സ്മോൾ Q എന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെയും നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം, സ്മോൾ Qൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ക്യാപിറ്റൽ Q. അതിൽ സ്മോൾ Q എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഇൻറ്റേർണൽ ഫോഴ്സ് കാരണം ഇൻറ്റേർണലിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ മെട്രിക്സ്. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 2. ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും അറ്റ് ഇക്വിലിബ്രിയം എക്സ്റ്റേണൽ വർക്ക് ഡണ്ണും ഇൻറ്റേർണൽ വർക്ക് ഡണ്ണും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സോ 1 = 2 എന്ന് എഴുതി. സോ അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ക്യാപിറ്റൽ R ട്രാൻസ്പോസ് ഇൻറ്റു R ഈക്വൽ ടു ക്യാപിറ്റൽ Q ട്രാൻസ്പോസ് ഇൻറ്റു Q എന്ന് എഴുതി. ഇതൊന്നുമാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ 3. ഇത് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ മുന്നേ നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ, അത് ലോ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എഴുതിയപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം നമ്മൾ എന്തോ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ Q = BR × R. അവിടെ ഈ BR എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു, ഇൻറ്റേർണൽ മൊമെൻസിൻ്റെയൊക്കെ ഒരു മൊമെൻസിൻ്റെ മെട്രിക്സ് ആയിരുന്നു അല്ലേ. അതായത് നമ്മുടെ ഇൻറ്റേർണൽ ഫോഴ്സിനെയും എക്സ്റ്റേണൽ ഫോഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ് ലോ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അതിൻ്റെ ഓരോ എലമെൻറ്റും എന്ന് പറയുന്നത് എന്തായിരുന്നു, അവിടെ മൊമെൻറ്റ്സ് ആയിരുന്നു അല്ലേ. BR ഓരോ എലമെൻ്റ് എന്ന് പറയുന്നത് എലമെൻറ്റ്സിൻ്റെ ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുന്നത് മൊമെൻറ്റ്സ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്. സോ ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 4. ഇനി ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ 4നെ ഇക്വേറ്റ് ദിസ് 4 in 3. ഓക്കെ, 4നെ എവിടെ ചെയ്യണം, 3ൽ ഇക്വേറ്റ് ചെയ്യുക ക്യൂവിൻ്റെ സ്ഥാനത്ത്. സോ R ട്രാൻസ്പോസ് ഇൻറ്റു R = ക്യൂവിൻ്റെ ട്രാൻസ്പോർട്ട്സ് എന്ന് പറയുന്നത് ഇത് Q എന്ന് പറഞ്ഞാൽ എന്താണ്, BR × R. സോ BR × R അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് ഇൻറ്റു Q എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഇത് മാറ്റുമ്പോഴത്തേക്കും BR ട്രാൻസ്പോസ് ഇൻറ്റു R ട്രാൻസ്പോസ് ഇൻറ്റു Q എന്ന് വരും. ഈ R ട്രാൻസ്പോസും വെട്ടിക്കളഞ്ഞു. ദെൻ ബാക്കിയുള്ള എന്താണ്, R = BR ട്രാൻസ്പോസ് ഇൻറ്റു Q എന്ന് കിട്ടി. ഇത് എൻ്റെ ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, അത്ര അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ അടുത്ത് പോവാണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാഗ്രേഡിയൻ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാഗ്രേഡിയൻ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോൺട്രാഗ്രേഡിയൻ്റ് ലോ.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ കോൺട്രാ ഗ്രേഡിയൻ ലോ, അതാണ് ഇനി അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത്. കോൺട്രാ ഗ്രേഡിയൻ ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം അതൊന്ന് എഴുതാം എന്നിട്ട് പറയാം. ഓക്കെ, ഇഫ് ടു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആർ റിലേറ്റഡ് ബൈ എ മെട്രിക്സ്, their displacements will be related in the reverse order by the same matrix. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രാ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറയാം. ഇപ്പോൾ രണ്ട് സിസ്റ്റം ഓഫ് ഫോഴ്സസ്, ഒന്നെന്ന് പറയുന്നത് ഞാൻ എക്സ്റ്റേണൽ ഫോഴ്സും മറ്റൊന്ന് ഇൻറ്റേർണൽ ഫോഴ്സും എടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റേർണൽ ഫോഴ്സാണ് ക്യൂ ആൻഡ് ദിസ് എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മെട്രിക്സ് കൊണ്ട് ഞാൻ അതിനെ റിലേറ്റ് ചെയ്യുകയാണ്, റിലേറ്റഡ് ബൈ എ മെട്രിക്സ്. ഓക്കെ, ഞാനപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്യാനാണ് നമ്മുടെ ലോ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി എന്താ പറയുക, if two system of forces are related by a matrix, their displacements will be related. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ക്യൂവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് സ്മോൾ ക്യൂ ആണ്, ക്യാപിറ്റൽ ആറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് സ്മോൾ ആർ ആണ്. ഇതിനെ നമുക്ക് എന്താണ് റിലേറ്റ് ചെയ്യാം ബൈ, എങ്ങനെയാണ്, വിൽ ബി റിലേറ്റഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ ബൈ ദ സെയിം മെട്രിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സെയിം മെട്രിക്സ് ഏതാ, ബി ആർ ആണ് നമ്മളെടുത്ത മെട്രിക്സ്. അതിൻ്റെ റിവേഴ്സ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഓക്കെ, ഈ ഇക്വേഷൻ ക്യൂസിക്കൽ ബി ആർ ട്രാൻസ്പോസ് ഇൻറ്റു ആർ, അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇതിനെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഈ ഒരു റിലേഷൻ, അതായത് രണ്ട് എന്താണ് ഫോഴ്സസ് തമ്മിൽ നമ്മളൊരു ബി ആർ എന്ന ലോ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വെച്ച് കണക്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ നമുക്കതിനെ സെയിം മെട്രിക്സിൻ്റെ റിവേഴ്സ് ഓർഡർ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ലോ പറയുന്നത്. ഓക്കെ, സോ ആ ഇക്വേഷനാണ് നമ്മളിവിടെ ഈ എഴുതിയിരിക്കുന്നത്, ആർ ഇസ് ഈക്വൽ ടു ബി ആർ ട്രാൻസ്പോസ് ഇൻറ്റു ക്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ഒരു ഇക്വേഷനാണ്, ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു, ഇത് ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ്, നമ്മൾ ഈ ഫ്ലെക്സിബിലിറ്റിയൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ആക്ഷൻ. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ഇൻറ്റു ആക്ഷൻ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എടുക്കുവാണ് എക്സ്റ്റേണൽ ഫോഴ്സസിനാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, സ്മോൾ ക്യൂ ആണ്, ഈക്വൽ ടു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ എഫ് ഇൻറ്റു ആക്ഷൻ എന്ന് പറയുന്നത് അവിടെ എന്താണോ അവിടെ വരുന്ന എക്സ്റ്റേണൽ ലോഡ്, അവിടെ വരുന്ന ഫോഴ്സ്, എക്സ്റ്റേണൽ എന്നല്ല ഞാൻ പറയുന്നത്, എന്താണോ അവിടെ വരുന്ന ഫോഴ്സ് അതാണ് അവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കൺസിഡർ ചെയ്തത്. സോ അവിടെ ഞാൻ എടുക്കേണ്ട ആക്ഷൻ ഏതാണ്, ഇൻറ്റേർണൽ ഫോഴ്സാണ്. സോ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 6 ആയിട്ട് കൺസിഡർ ചെയ്തു. ഇനി ഈ 6നെ ഞാൻ 5ാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇതാണ് എൻ്റെ 5ാമത്തെ ഇക്വേഷൻ, ആർ ഇസ് ഈക്വൽ ടു ബി ആർ ട്രാൻസ്പോസ് ഇൻറ്റു ക്യൂ. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ക്യൂ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ക്യൂ എന്ന് എഴുതി. അപ്പം എനിക്ക് എന്ത് എഴുതാം, ആർ ഇസ് ഈക്വൽ ടു ബി ആർ ട്രാൻസ്പോസ് ഇൻറ്റു എഫ് ഇൻറ്റു ക്യൂ എന്ന് എഴുതാമല്ലോ. ആൻഡ് ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 7. ഇനി 4നെ 7ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 4 എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, 4 എന്ന് പറഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു ബി ആർ ഇൻറ്റു ആർ എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. സോ ക്യാപിറ്റൽ ക്യൂവിൻ്റെ സ്ഥാനത്ത് ബി ആർ ഇൻറ്റു ആർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആർ ഇസ് ഈക്വൽ ടു ബി ആർ ട്രാൻസ്പോസ് ഇൻറ്റു എഫ് ഇൻറ്റു ബി ആർ ഇൻറ്റു ആർ. ഓക്കെ, ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടി. ഇതിൽ ഞാൻ ഒരു പുതിയൊരു മെട്രിക്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്, എഫ് ആർ ആർ. അതായത് ഇതാണ് നമ്മുടെ സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. എന്താണ് സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിനകത്ത് ഈ സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഈക്വൽ ടു ഇതിനകത്ത് ഈ 6 പോയിട്ട് ബാക്കിയുള്ള എല്ലാ ടേംസിനും ഞാൻ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ബി ആർ ട്രാൻസ്പോസ് എഫ് ഇൻറ്റു ബി ആർ.
ഇതിനെയാണ് നമ്മൾ സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. എന്ത് വിളിക്കും ഇതിനെ? സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മുകളിൽ പറഞ്ഞ ഈ ഒരു ഇക്വേഷനെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? R is equal to FRR ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് എഴുതി കൂടെ. അതായത് സ്മോൾ r എന്ന് പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അതേ ഈക്വൽ ടു FRR. FRR എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഇൻറ്റു അവിടെ വരുന്ന എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ലോഡ്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എന്താണ്? ഡിറ്റർമിനേറ്റീവ് സ്ട്രക്ചറിൻ്റെ അനാലിസിസ് എങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ച് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മെയിനായിട്ട് ഡിറ്റർമിനേറ്റീവ് സ്ട്രക്ചറിൻ്റെ ഫ്ലെക്സിബിലിറ്റി അനാലിസിസിന് നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ്. ഒന്ന് ഇത് R is equal to FRR into R പിന്നെ ഒന്നുള്ളത് ഈ സിസ്റ്റം ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് FRR is equal to BR ട്രാൻസ്പോസ് into F into BR. ഇത് രണ്ടും നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ ഒന്നും ആവശ്യമില്ല, ബട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് അതിലേക്ക് വന്നത്. ഇനി അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം, അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എങ്ങനെയാണ് ഡിറ്റർമിനേറ്റീവ് സ്ട്രക്ചറിൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പഠിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് സ്റ്റെപ്സ് എഴുതിയിട്ട് നമ്മൾ പ്രോബ്ലം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റെപ്സ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുക. എന്താണ്? എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്ത് ചെയ്യണം? എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുക ഓഫ് എ ബീം എലമെൻറ്റ്. അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ബീം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും തന്നിരിക്കുന്നത്. അതായത് ഇവിടെ 2i, ഇവിടെ i എന്നൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ എ ബീം എലമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡെറിവേഷനിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് F is equal to L/6EI 2 - 1 - 1 2. ഞാൻ ആ പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞു അത് നമുക്ക് വേണം. ശരിക്കും നിങ്ങൾക്ക് ആ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഡെവലപ്പ് ചെയ്യാൻ എങ്ങാനും വല്ല 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിച്ചാലായി. അത് മെയിനായിട്ടുള്ള പ്രോബ്ലം അതല്ല. ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിന്നുള്ള റിസൾട്ടാണ്. ആ റിസൾട്ട് എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. L/6EI into 2 - 1 - 1 2. ഇതാണ് ഒരു ബീം എലമെൻറ്റിൻ്റെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഓരോ ബീം എലമെൻറ്റ്, ഞാൻ ഇതിനെ ഒരു ബീം എലമെൻറ്റായിട്ട് കൺസിഡർ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബീം എലമെൻറ്റ് ആൻഡ് ദിസ് ഈസ് അനദർ ബീം എലമെൻറ്റ്. ഞാൻ എന്ത് ചെയ്യണം? ഓരോന്നിനും ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ലെങ്ത് എത്ര, ഓരോ ബീം എലമെൻറ്റിൻ്റെ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, EI വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ F1 എന്നും F2 എന്നായിരിക്കും എനിക്ക് അവിടെ കിട്ടുന്ന എന്താണ് ഓരോ ബീം എലമെൻറ്റിലും എനിക്ക് കിട്ടുന്ന ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് വയ്ക്കുക. എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയുവാണ്. നമുക്ക് ജനറലായിട്ട് അറിയാവുന്ന ഇക്വേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. F എന്ന് പറയുന്നത് L/6EI into 2 - 1 - 1 2. പക്ഷേ എനിക്ക് ഈ ഒരു ബീം എലമെൻറ്റിൽ 2 എണ്ണം ഉണ്ട് അല്ലേ? അതായത് ഇവിടെ A എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, B എന്ന് പറയുന്ന മറ്റൊരു ബീം എലമെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് F is equal to L. ഇവിടെ ഇപ്പോൾ L എന്ന് പറയുന്നത് 5 മീറ്റർ ആണെന്ന് വയ്ക്കുക. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ L-ന് എന്ത് ചെയ്യണം? ഫസ്റ്റ് F1 കണ്ടുപിടിക്കുമ്പോൾ L-ന് 5ഉം Iക്ക് 2i എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ F2 കണ്ടുപിടിക്കുമ്പോൾ L-ന് 10 മീറ്റർ എന്നും Iക്ക് I എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ 2 എണ്ണം എഴുതി. ഇനി നമ്മൾ എൻ്റെ ടോട്ടൽ ഈ ഒരു ബീമിൻ്റെ എങ്ങനെ എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതുന്ന അത് എഴുതാനായിട്ടൊരു രീതിയുണ്ട്. F is equal to F1 F2 0 0. അതായത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് തന്നെ ഒരു മെട്രിക്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യണം? മറ്റൊരു മെട്രിക്സിൻ്റെ ഡയഗണലായിട്ട് എഴുതണം. അതായത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനെ ഞാൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ L/6EI കോമൺ ആയിട്ട് എടുത്തോന്ന് വെച്ചോ. ഓക്കെ, എന്നിട്ട് ഞാൻ എഴുതുവാണ് F1 എന്ന് പറയുന്നത് ഈ വാല്യൂ തന്നെയാണെന്ന് വയ്ക്കുക. അപ്പോൾ 2 - 1 - 1 2. എന്നിട്ട് എന്താണ്? ഇവിടെ രണ്ടിടത്തും 0 0 കൊടുക്കുക. ഇനി എന്താണ്? എൻ്റെ അടുത്ത സെറ്റ് F2 എഴുതണ്ടേ? F2 എന്ന് പറയുന്നത് സപ്പോസ് ഇവിടെ 4 - 2 അങ്ങനെയാണ് വരുന്നത്. എന്ത് ചെയ്യണം? 4 - 2 - 2 2. ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ? എൻ്റെ ഫൈനൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതാനായിട്ട്. നിങ്ങൾ ഫസ്റ്റ് ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ ചെയ്ത് കണ്ടുപിടിച്ചു. അതായത് കോൺജുഗേറ്റ് ബീം മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് സ്ലോപ്പും ഡിഫ്ലക്ഷനും ഒക്കെ കണ്ടുപിടിക്കാൻ മതി. അവിടെ നിങ്ങളത് ചെയ്തു. പക്ഷേ നമുക്കിനി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ചിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മാത്രമേ, അതായത് എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഓഫ് എ ബീം എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബീം എലമെൻറ്റിൻ്റെ നമുക്ക് വാല്യൂ അറിയാം. അതിലേക്ക് ഓരോ എലമെൻറ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് അത് എഴുതുമ്പോൾ എങ്ങനെയാണ്? ഇതേപോലെ എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുക. അപ്പം ഞാൻ അടുത്തിനെ ഒരു 3/3 മെട്രിക്സ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? F is equal to F1 0 0 F2 0 0 F3 ഇങ്ങനെ വേണം എഴുതാൻ.
ഇപ്പോൾ പറഞ്ഞു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദേ ഫസ്റ്റ് എലമെൻറ്റ് ദേ ഇവിടെ എഴുതി, സെക്കൻഡ് എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി ഇവിടെ എഴുതി. ഇങ്ങനെ ഡയഗണലായിട്ട് വേണം എഴുതി പോകാനായിട്ട്. ഓക്കെ അല്ലേ? അത് നമുക്ക് കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അന്നേരം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് ചെയ്ത പ്രോബ്ലംസ് അതേപോലെ ചെയ്തുകൂടെ, അത്രയും ചെയ്ത സമയമൊന്നുമില്ല നമുക്ക് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ഇതേപോലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു എന്താണ്, എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അതെഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാനിപ്പോൾ പറയുന്ന ഏതാണ്, ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ എങ്ങനെയാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് വെച്ച് സോൾവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ BR മെട്രിക്സ്, അതായത് നമ്മുടെ ലോഡ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കണ്ടുപിടിക്കുക. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തതാണ്. ഓക്കെ, ലോഡ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, BR മെട്രിക്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇക്വേഷനിലെ FRR = BR ട്രാൻസ്പോസ് ഇൻറ്റു F ഇൻറ്റു BR ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, FRR കണ്ടുപിടിക്കുക. ഇനി സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്താ, R കണ്ടുപിടിക്കുക. R = FRR ഇൻറ്റു R. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്നിട്ട് R മെട്രിക്സ് കിട്ടും. R മെട്രിക്സ് ആണെന്നല്ലോ നമ്മുടെ ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്ലോപ്പ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷനാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ R മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് മിക്കവാറും ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ അറ്റ് ദ മിഡ് സ്പാൻ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ 4 സ്റ്റെപ്പ് മാത്രമേ ഇതിനകത്തുള്ളൂ. ബട്ട് കുറച്ച് ലെങ്തിയാണ് പ്രോബ്ലംസ് വരുന്നത്. ഇതിനേക്കാളും ലെങ്തിയാണ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ പറഞ്ഞത് എന്താണ്, ഇതെന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിൻ്റെ അനാലിസിസ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. ഇൻഡിറ്റർമിനേറ്റ് നമുക്ക് വേറെ സ്റ്റെപ്സ്, അഡീഷണൽ കുറേ സ്റ്റെപ്സ് കയറി വരും. നമുക്ക് ആദ്യം ഒരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറിനെ എങ്ങനെയാണ് എലമെൻറ്റ് ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ട് സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോ നോക്കാം. താങ്ക് യു.